السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. റഹമുറാഹിമായ അള്ളാഹു, ഖാലിഖായ റാസിഖായ അള്ളാഹു നമ്മെ ഉന്നതരിൽ ഉന്നതരാക്കുകയും എല്ലാവിധ വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യട്ടെ. സന്തോഷകരമായ കാര്യങ്ങളൊക്കെ നമ്മിലേക്ക് അടുപ്പിക്കുകയും ദുഃഖമുള്ള കാര്യങ്ങളൊക്കെ നമ്മിൽ നിന്ന് അകറ്റുകയും ചെയ്യട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. ബനു ഇസ്രായേലിനെ പറ്റിയാണ് പറഞ്ഞു വന്നത്. ബനു ഇസ്രായേലിന് അള്ളാഹു കുറെ പരീക്ഷണങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. അവരാണെങ്കിലോ അനുസരണക്കുറവിന്റെ കാര്യത്തിൽ വളരെ മികച്ചവരാണ്. 10 കുറ്റകരമായ കാര്യങ്ങൾ ഖുർആൻ ഇങ്ങനെ എണ്ണി പറയുന്നുണ്ട്. ഒന്ന്, സമിഅനാ വ അത്വഅനാ എന്ന് അവരോട് പറയാൻ പറഞ്ഞപ്പോൾ അവര് സമിഅനാ വ അസൈനാ എന്ന് പറഞ്ഞു. അള്ളാഹുവെ ഞങ്ങൾ കേട്ടു, അതിന് ഞങ്ങൾ അനുസരിക്കുന്നു എന്ന് പറയുന്ന സമിഅനാ വ അത്വഅനാ. ആ സ്ഥാനത്ത് അവർ പറഞ്ഞത് സമിഅനാ വ അസൈന, ഞങ്ങൾ കേട്ടു പക്ഷെ അനുസരിക്കാൻ തയ്യാറില്ല. ഒന്ന്. മറ്റൊന്ന്, അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്നവരെ പഠിപ്പിച്ചു, വളരെയേറെ പഠിപ്പിച്ചു. അവസാനം അവർ ചെയ്തത് വത്തിഖാദിഹിമുൽ ഇജ്ൽ, പശുക്കുട്ടിക്ക് ആരാധിച്ചു. 2. മറ്റൊന്ന്, അള്ളാഹുവിനെ പറ്റി മൂസാ നബി വളരെ കൂടുതൽ ഇവർക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഇവർ ഒരിക്കൽ പറഞ്ഞു, അരിനല്ലാഹ ജഹറത്തൻ, അള്ളാഹുവിനെ പരസ്യമായിട്ട് കാണിച്ചു തരണം. 3. മറ്റൊന്ന്, അവരോടൊരു രംഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹിത്തത്തുൻ നഗ്ഫിർലക്കും, ഹിത്തത്തുൻ എന്ന് പറയണം, ഞങ്ങളുടെ ഈ പാപത്തിന്റെ ഭാരം നീ ഒന്ന് ഇറക്കിത്തരണേ പടച്ചോനെ എന്ന് അള്ളാഹുവോട് അപേക്ഷിക്കണം. അത് പറയാൻ വേണ്ടിയിട്ട് അവരോട് പറഞ്ഞിട്ട് അവരെ അവിടെ പറഞ്ഞത് ഹിന്ദത്തുൻ എന്നാകുന്നു, ഗോതമ്പാണ് ഞങ്ങൾക്ക് ആവശ്യം. തബ്ദീലുൽ ഖൗലില്ലദീ ഉമിറൂ ബിഹി, അവരോട് കൽപ്പിക്കപ്പെട്ട വാക്കിനെ വികൃതമാക്കിയിട്ട് പരിഹാസം. ഇപ്പോ 1, 2, 3, 4 കാര്യം. മറ്റൊന്ന്, ലൻ നസ്ബിറ അലാ ത്വഅമിൻ വാഹിദ്, നല്ല ഭക്ഷണം അവർക്ക് അള്ളാഹു നൽകിയിരുന്നു. എല്ലാ ദിവസവും കാടയിറച്ചിയോ നല്ല കട്ടിയുള്ള തേനും ആകാശഭാഗത്തിൽ നിന്ന് അള്ളാഹു ഇറക്കി കൊടുത്തിരുന്നു. ഇവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ഒരു ഒറ്റ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ കൂടാൻ സൗകര്യമല്ല. അതുപോലെ അള്ളാഹുവിന്റെ കലിമത്തുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ചു, വികൃതമാക്കി. പിന്നെ മറ്റൊന്ന്, കാര്യങ്ങളൊക്കെ വ്യക്തമായതിന് ശേഷം അതിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു. റസൂലുള്ളാഹിനെ വിശ്വസിക്കാതിരുന്നൊക്കെ അതിൽപ്പെട്ടതാണ്. ഖസ്വത്തു ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിന്റെ കാഠിന്യം, അവരുടെ ഹൃദയത്തിന്റെ കാഠിന്യം പല രംഗത്തും കാണാൻ കഴിയും. കുഫ്രിഹിം ബി ആയാത്തില്ലാഹി, അള്ളാഹുവിന്റെ ആയത്ത് കൊണ്ടുള്ള നിഷേധം. ഖത്ലിഹിമുൽ അംബിയാ ബി ഗൈരി ഹഖിൻ, അംബിയാക്കളെ കൊല്ലുക, കരുതി കൂട്ടിയിട്ട് കൊല്ലുക. സക്കരിയ നബിയെയും യഹ്യാ നബിയെയും ഒക്കെ കൊന്നു. ഇങ്ങനെ 10 ദുഷ്ടകർമ്മങ്ങൾ ചെയ്തവരാണ് ഇവർ. അള്ളാഹു അവരെ 10 നിലക്ക് ശിക്ഷിച്ചു. 1, അവരുടെ മേലെ നിന്ദ്യതയും ദാരിദ്ര്യവും ഇറക്കി. 2, അള്ളാഹുവിൽ നിന്നുള്ള കോപം അവരിൽ ഇറക്കി. അവർക്ക് നികുതി കൊടുത്ത് ജീവിക്കേണ്ടി വന്നു മറ്റുള്ളവരുടെ കീഴിൽ. അവരുടെ സ്വന്തം നഫ്സുകളെ കൊല്ലാൻ അവരോട് കൽപ്പിച്ചു. ഒരു തെറ്റ് ചെയ്തവരാണ്, ആ തെറ്റ് ചെയ്യാത്തവർ ചെയ്തവരെ കൊല്ലണമെന്ന്. പശുക്കുട്ടിക്ക് ആരാധിച്ചവരെ പശുക്കുട്ടിക്ക് ആരാധിക്കാത്തവർ കൊല്ലണമെന്ന് അള്ളാഹു കൽപ്പിച്ചു. പിന്നീട് മറ്റൊരിക്കൽ അവരെ കുരങ്ങുകളായിട്ട്, പന്നികളായിട്ട് മരിക്കപ്പെട്ടു. ആകാശഭാഗത്തിൽ നിന്ന് അതികഠിനമായ ശിക്ഷ അവർക്ക് ഇറങ്ങി. ഇടിത്തീ കൊണ്ട് അവരെ നശിപ്പിക്കപ്പെട്ടു. അവർക്ക് അനുവദിക്കപ്പെട്ടിരുന്ന നല്ല ഭക്ഷണം അവർക്ക് നിഷിദ്ധമാക്കി. ഇങ്ങനെ 10 കാര്യങ്ങളെ കൊണ്ട് അള്ളാഹു അവരെ ശിക്ഷിച്ചിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ മുൻഗാമികളിൽ കഴിഞ്ഞതാണ്. എന്നാൽ റസൂലുള്ളാഹിയുടെ കാലത്ത് ഉണ്ടായിരുന്ന ജൂതന്മാര് ചെയ്ത 10 കാര്യങ്ങൾ കേൾക്കണം. 1, കത്മാനുഹും അംറ മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ കാര്യം അവർ ഒളിച്ചു വെച്ചു. അവരുടെ കിതാബില് എല്ലാവർക്കും തിരിയുന്ന രൂപത്തിൽ പറഞ്ഞതാണ്, അത് അവർ പരസ്യപ്പെടുത്താതെ ഒളിപ്പിച്ചു വെച്ചു. മറ്റൊന്ന്, അള്ളാഹുവിന്റെ പല കെലിമത്തുകളെയും അവർ വെട്ടിച്ചിരുത്തി കിതാബിൽ. എന്നിട്ട് അവര് ഇത് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ളതാണെന്ന് പറഞ്ഞുണ്ടാക്കി. പിന്നെ പരസ്പരം കൊല, അതിലൊന്നും യാതൊരു മടിയില്ല. അവരെ തന്നെ അവരവരുടെ വീട്ടിൽ നിന്ന് പുറത്തു ചാടിക്കുക, വീട് കയ്യേറുക. ഇഹലോക ജീവിതത്തിന്റെ മേൽ അവർക്ക് അത്യാർത്തി ഉണ്ടായിരുന്നു.
ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഒരു പ്രത്യേകമായ ശത്രുത, സിഹറിനോടുള്ള പിന്തുടർച്ച, ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളാണെന്ന വാദം, അള്ളാഹുവിന്റെ കൈ കെട്ടപ്പെട്ടതാവുന്നു, അള്ളാഹു ബഖീലാണ്, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറഞ്ഞിരുന്നു. ഇത് റസൂലുള്ളാഹിയുടെ കാലത്തുള്ള ജൂതന്മാരുടെ അവസ്ഥയാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തവരാണ് ഇവർ. അവരെ പറ്റി കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, അതിലേക്ക് ഇനിയും കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ نَجَّيْنَاكُمْ مِنْ آلِ فِرْعَوْنَ يَسُومُونَكُمْ سُوءَ الْعَذَابِ يُذَبِّحُونَ أَبْنَاءَكُمْ وَيَسْتَحْيُونَ نِسَاءَكُمْ وَفِي ذَلِكُمْ بَلَاءٌ مِّن رَّبِّكُمْ عَظِيمٌ. وَإِذْ نَجَّيْنَاكُمْ, നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയ സന്ദർഭം നിങ്ങൾ സ്മരിച്ചുകൊള്ളണം. മിൻ ആലി ഫിർഔന, ഫിർഔനിൽ നിന്നും അവന്റെ കുടുംബത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ രംഗമുണ്ട്. അത് വലിയ അനുഗ്രഹമാണ്, നിങ്ങളത് മറക്കാൻ പാടില്ല. യസൂമൂനക്കും, നിങ്ങളെ അവർ അനുഭവിപ്പിച്ചിരുന്നു സൂ അൽ അദാബി, കഠോരമായ അദാബിനെ, വിഷമത്തെ. എപ്പോ നോക്കിയാലും നിങ്ങളെ മൃഗീയമായ രൂപത്തിൽ അവര് ആക്രമിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ആ ദുരിതങ്ങളിൽ നിന്നൊക്കെ നിങ്ങളെ നാം രക്ഷപ്പെടുത്തി. എന്തായിരുന്നു അത്? യുദബ്യഹൂന അബ്നാഅക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ ആൺമക്കളെ മുഴുവൻ അറുകൊല നടത്തുക. ചെറിയ കുഞ്ഞ് പിറന്നു വീണാൽ ഉടനെ അതിനെ കൊലപ്പെടുത്തുക. അത് ഫിർഔനും അവന്റെ കുടുംബവും ചെയ്തിരുന്ന കാര്യമാണ്. മറ്റൊന്ന് വയസ്തഹയൂന നിസാഹും, പെൺകുട്ടികളെ കൊല്ലുന്നില്ല, അപ്പോൾ അവരെ അവശേഷിപ്പിക്കുന്നു. എന്തൊരു ദുരിതാണത്! ആണുങ്ങൾ അങ്ങനെ കൊന്നു നശിപ്പിക്കുക, പെണ്ണുങ്ങൾ അങ്ങനെ നാട്ടിൽ വർദ്ധിക്കാം. അതിന്റെ കാരണം ബനു ഇസ്രായേലിൽ പ്രസവിക്കപ്പെടുന്ന ഒരു കുട്ടി ഈ മഹാരാജാവിന്റെ രാജഭരണം നഷ്ടപ്പെടാൻ കാരണക്കാരനായി തീരുമെന്ന് അന്നത്തെ ചില ഗണിതശാസ്ത്രജ്ഞന്മാര്, ഗണിതക്കാര് പറഞ്ഞതായിരുന്നു. ജ്യോത്സ്യന്മാരുടെ മുൻകൂട്ടിയുള്ള കാഴ്ചയായിരുന്നു. ഇതാണ് അതിന്റെ കാരണം. വഫീ ദാലിക്കും, ഇതിലുണ്ട് ബലാഉൻ, പരീക്ഷണമുണ്ട്. ഇതിൽ എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട ആൺമക്കളെ കൊല്ലുന്നതിലും ഈ സ്ത്രീകളെ ബാക്കിയാക്കുന്നതിലും അങ്ങനെ വെക്കാം. അതല്ലെങ്കിലോ ഇതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തി, ഇതിലുണ്ട് ബലാഉൻ, പരീക്ഷണമുണ്ട്. പരീക്ഷണം രണ്ട് വിധമുണ്ട്. ഒന്ന് ആപത്തുകൾ നൽകിയിട്ടുള്ള പരീക്ഷണമുണ്ട്, മറ്റൊന്ന് അനുഗ്രഹം നൽകിയിട്ടുള്ള പരീക്ഷണമുണ്ട്. ആ രണ്ടർത്ഥവും ഇവിടെ ശരിയാണ്. ഈ പറയപ്പെട്ട സന്താനങ്ങളെ കൊന്നു നശിപ്പിക്കുന്നതിലേക്ക് മടക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ആപത്ത് ഇറക്കിയിട്ടുള്ള പരീക്ഷണം. അതിൽ നിന്ന് രക്ഷപ്പെടുത്തുക, അതിലേക്കാണ് മടങ്ങുന്നുവെങ്കിലോ അത് നന്മ നൽകിയിട്ടുള്ള പരീക്ഷണം. ഇത് രണ്ടും റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ ഭാഗത്തിൽ നിന്നുള്ള പരീക്ഷണമാകുന്നു. അവീമായ പരീക്ഷണമാകുന്നു ഇത്. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള കടുപ്പപ്പെട്ട പരീക്ഷണമാകുന്നു ഇത്. وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ فَأَنْجَيْنَاكُمْ وَأَغْرَقْنَا آلَ فِرْعَوْنَ وَأَنْتُمْ تَنْظُرُونَ. وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ, നിങ്ങളുടെ കാരണത്താൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമുദ്രത്തെ പിളർത്തിയതായ ഒരു നേരമുണ്ടല്ലോ, അതും നിങ്ങൾ സ്മരിക്കണം. നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഇത് പ്രധാനപ്പെട്ട ഒന്നാണ്. അഞ്ചൈനാക്കും, അങ്ങനെ നിങ്ങളെ നാം രക്ഷപ്പെടുത്തി. ബനൂ ഇസ്രായേലെ നിങ്ങളെ നാം രക്ഷപ്പെടുത്തി. വഅഗ്റഖ്നാ ആല ഫിർഔന, നിങ്ങളുടെ ശത്രുക്കളായിരുന്ന ഫിർഔനെയും ഫിർഔൻ കുടുംബത്തെയും വെള്ളത്തിൽ മുക്കി നശിപ്പിച്ചു. അൻതും തൻളുറൂന, നിങ്ങളിതിങ്ങനെ നോക്കിക്കാണുന്നുണ്ട്. നിങ്ങളുടെ കൺമുൻപിലാണ് ഇതൊക്കെ സംഭവിച്ചത്. വലിയ അനുഗ്രഹമല്ലേ ഇത്? നിങ്ങൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. നിങ്ങളുടെ സ്മരണയിൽ എപ്പോഴും നിലനിൽക്കേണ്ടതാകുന്നു ഇത്. وَإِذْ وَعَدْنَا مُوسَى 40 لَيْلَةً ثُمَّ اتَّخَذْتُمُ الْعِجْلَ مِنْ بَعْدِهِ وَأَنْتُمْ ظَالِمُونَ ثُمَّ عَفَوْنَا عَنْكُمْ مِنْ بَعْدِ ذَلِكَ لَعَلَّكُمْ تَشْكُرُونَ. وَإِذْ وَعَدْنَا مُوسَى, മൂസാ നബി അലൈഹിസ്സലാമിനോട് നാം കരാറ് ചെയ്ത സന്ദർഭം നിങ്ങൾ മറന്നു പോകരുത്. 40 ലൈലത്തൻ, 40 ദിവസം. ആ 40 ദിവസം മൂസാ നബിയും തന്റെ അസ്ഹാബിമാരും നോമ്പ് അനുഷ്ഠിക്കണം, വളരെ ചിട്ടയിൽ ജീവിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം അള്ളാഹു നിശ്ചയിക്കുന്ന സ്ഥലത്ത് അവരെത്തണം. എന്നാൽ
അവർക്ക് തൗറാത്ത് നൽകും. വലിയ അനുഗ്രഹമല്ലേ തൗറാത്ത് എന്ന ആ ഗ്രന്ഥം, അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള ഗ്രന്ഥം നൽകും. ഇത് അള്ളാഹു മൂസാ നബി മുഖേന കരാർ ചെയ്തിരുന്നു. എന്നിട്ടോ ഉണ്ടായത് സുമ്മത്തഹത്തുമുൽ ഇജ്ല, നിങ്ങൾ പശുക്കുട്ടിയെ ആരാധ്യ വസ്തുവാക്കി അള്ളാഹുവിന് ചെയ്യേണ്ടുന്ന ഇബാദത്ത് പശുക്കുട്ടിക്ക് ചെയ്തു. നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. മിൻ ബാദിഹി, ഇതിന് ശേഷം. അപ്പോ ഇങ്ങനൊരു കരാറൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം മൂസാ നബി അലൈഹിസ്സലാം കുറച്ച് വേഗത്തിൽ പോയി, അത് നേരത്തെ പറഞ്ഞു. ആ പോയ ശേഷം ഇവർ ചെയ്തത് ആ പശുക്കുട്ടിക്ക്, സാമിന് നിർമ്മിച്ചുണ്ടാക്കിയ ആ പശുക്കുട്ടിക്ക് ഇബാദത്ത് ചെയ്യലായിരുന്നു. അന്തും വാലിമൂന, നിങ്ങൾ ആ ചെയ്ത കാര്യത്തിൽ വളരെ വലിയ അക്രമകാരികളാകുന്നു. അള്ളാഹുവിന് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കടുകടുത്ത തെറ്റാണ് ചെയ്തത്. എന്താണ്? അള്ളാഹുവിനോട് പങ്കു ചേർക്കുകയാണ് ചെയ്തത്. അത്ര മോശപ്പെട്ടവരാണ് നിങ്ങൾ. എന്താ? 40 ദിവസം അതിന്റെ കർമ്മമനുസരിച്ച് നടന്നാൽ നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടത് നൽകാമെന്ന് അള്ളാഹു സന്തോഷം പറഞ്ഞിട്ട് ആ സന്തോഷം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതിലിടക്ക് ഇവർ പശുക്കുട്ടിക്ക് ആരാധിച്ചെങ്കിൽ എത്ര വലിയ വടക്കത്തരമാണ് ഇവർ ചെയ്തത്. എന്നിട്ടോ തുമ്മ അഫൗന അൻകും, പിന്നെ നിങ്ങളെ തൊട്ട് ഞാനാകുന്ന അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തു. മിൻ ബാദി ദാലിക, ഇതൊക്കെ ചെയ്തതിന് ശേഷം, ഇങ്ങനൊക്കെ വടക്ക് ചെയ്തതല്ലേ, എന്നിട്ടും അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തു. എന്തിനാണത്? ലഅല്ലക്കും തഷ്കുറൂന, നിങ്ങൾ നന്ദി ചെയ്യുന്നവരാകാൻ വേണ്ടി. ഒരിക്കൽ തെറ്റ് സംഭവിച്ചെങ്കിൽ തന്നെ ആ തെറ്റിൽ നിന്ന് പിന്തിരിഞ്ഞിട്ട് ഇനി ശുക്റുള്ളവരാകട്ടെ, അതിന് വേണ്ടിയിട്ട് അവരെ തൊട്ട്, നിങ്ങളെ തൊട്ട് ഞാൻ വിട്ടുവീഴ്ച ചെയ്തു. وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ بِاتِّخَاذِكُمُ الْعِجْلَ فَتُوبُوا إِلَى بَارِئِكُمْ فَاقْتُلُوا أَنفُسَكُمْ ذَلِكُمْ خَيْرٌ لَكُمْ عِندَ بَارِئِكُمْ فَتَابَ عَلَيْكُمْ إِنَّهُ هُوَ التَّوَّابُ الرَّحِيمُ. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ സമയം, സന്ദർഭം നിങ്ങൾ ഓർത്തുകൊള്ളണം. ഈ ഖൗമിഹി, തന്റെ ജനങ്ങളോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഇന്നക്കും, തീർച്ചയായും നിങ്ങൾ, ലലംതും, നിങ്ങൾ ആക്രമിച്ചിരിക്കുന്നു, അൻഫുസക്കും, നിങ്ങളുടെ നഫ്സുകളെ നിങ്ങൾ ആക്രമിച്ചിരിക്കുന്നു. ബിത്തിഖാദിക്കുമുൽ ഇജ്ല, പശുക്കുട്ടിയെ ആരാധ്യ വസ്തുവാക്കിയല്ലോ നിങ്ങൾ. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കടുകടുത്ത തെറ്റല്ലേ നിങ്ങൾ ചെയ്തത്. മൂസാ നബി അലൈഹി സ്വലാം അവരെ ഉണർത്തി. അതുകൊണ്ട് ഫതൂബു ഇലാ ബാരിക്കും, നിങ്ങളുടെ സിട്ടാവിലേക്ക് നിങ്ങൾ തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങണം. അള്ളാഹു പറഞ്ഞു, ഞങ്ങൾ എങ്ങനെ വേണമെങ്കിലും മടങ്ങിക്കൊള്ളാം, അതിന് ഞങ്ങൾ എന്താണ് പ്രായശ്ചിത്തമായിട്ട് ചെയ്യേണ്ടത്? ഇവർ മൂസാ നബിയോട് ചോദിച്ചത് അള്ളാഹുവിൽ നിന്നുള്ള ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതനുസരിച്ച് മൂസാ നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, നിങ്ങൾക്കുള്ള തോപ കേൾക്കണോ? അത് ഫഖ്തുലു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ പശുക്കുട്ടിക്ക് ഇബാദത്ത് ചെയ്തവരുമുണ്ട്, ചെയ്യാത്തവരുമുണ്ട്. പശുക്കുട്ടിക്ക് ഇബാദത്ത് ചെയ്തവർ കഠിന തെറ്റാണ് ചെയ്തിട്ടുള്ളത്, അവരെ ചെയ്യാത്തവർ കൊല്ലണം. എന്നാൽ പരലോകം രക്ഷപ്പെടും. ഇഹലോകത്തിൽ എന്തെങ്കിലും ഒരു മരണമുണ്ടല്ലോ, അതാ മരണം ഇങ്ങനെയാണെന്ന് വെച്ചാൽ മതി. ഫഖ്തുലു അൻഫുസക്കും, മുഫസ്സിറുകൾ തഫ്സീർ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. ലിയഖ്തുലിൽ ബരീഉ മിൻകുമുൽ മുജ്രിമ, കുറ്റവാളിയെ, നിരപരാധിയായ ആൾ വധിക്കണം. യാലിക്കും, ഇത്, ഈ കൊല, ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് ഗുണപരമാകുന്നു. അതിന്റെ ഭാര്യയ്ക്കും, നിങ്ങളുടെ സൃഷ്ടാവിന്റെ അടുക്കൽ. അതായിരുന്നു അവർക്കുള്ള തോബ. അങ്ങനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്ക് ചെയ്തു. മുഖത്തോട് മുഖം നോക്കിയിട്ട് കൊല ചെയ്യാൻ മനുഷ്യനല്ലേ സാധിക്കണില്ല. അള്ളാഹു അവർക്ക് ഒരു കറുത്ത മേഘത്തെ ഇറക്കി, ഇപ്പോൾ കാണുന്നില്ല. അങ്ങനെ അവരുടെ കൂട്ടത്തിൽ നിന്ന് നിരവധി ആളുകളെ കൊല ചെയ്യപ്പെട്ടു. ഫതാബ അലൈക്കും, അങ്ങനെ അള്ളാഹു നിങ്ങളുടെ മേൽ തൗബയെ സ്വീകരിച്ചു. ഇന്നഹു, തീർച്ചയായും അള്ളാഹു ഹുവത്തവ്വാബു, അവൻ തൗബയെ വളരെയേറെ സ്വീകരിക്കുന്നവനാകുന്നു. അർ റഹീമു, അവൻ കരുണ ചെയ്യുന്നവനുമാകുന്നു. അവന്റെ കാരുണ്യമാണ് ഈ കണ്ടത്.
എന്താ, ഈ ലോകത്തെ ജീവിതത്തിന് ഒരു നിശ്ചിത അളവുണ്ട്, അത് എത്തിയാൽ അത് അവസാനിക്കും. അത് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിൽ അവസാനിച്ചേ പറ്റൂ. അത് ഇങ്ങനെയാണ് നടന്നോട്ടെ. എന്നാലും പരലോകം അനന്തവിശാലമായ അവസാനിക്കാത്ത പരലോകം, അവിടെ സ്വർഗം ലഭിക്കും. ആ സ്വർഗത്തിലെ ജീവിതത്തിന് അറ്റമില്ല, അവിടുത്തെ അനുഗ്രഹങ്ങൾക്ക് യാതൊരു അതിർത്തിയുമില്ല. അങ്ങനെയുള്ള സ്വർഗം ഇതിന് പകരത്തിൽ അള്ളാഹു നൽകുന്നുവെങ്കിൽ അത് അള്ളാഹുവിന്റെ കാരുണ്യം തന്നെയാകുന്നു. وَإِذْ قُلْتُمْ يَا مُوسَى لَن نُّؤْمِنَ لَكَ حَتَّى نَرَى اللَّهَ جَهْرَةً فَأَخَذَتْكُمُ الصَّاعِقَةُ وَأَنْتُمْ تَنظُرُونَ. وَإِذْ قُلْتُمْ, നിങ്ങൾ പറഞ്ഞതായ സന്ദർഭത്തെ നിങ്ങൾ ഓർത്തുകൊള്ളണം. യാ മൂസ, ഓ മൂസേ, ലൻ നുഅ്മിന ലക, നിന്നെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല, ഹത്താ നറല്ലാഹ ജഹറതൻ, അള്ളാഹുവിനെ ഞങ്ങൾക്ക് പരസ്യമായിട്ട് കാണണം, അതിന് ശേഷമല്ലാതെ. മൂസാ നബി അലൈഹിസ്സലാം ഇവരെയും കൊണ്ട് പോകണം അള്ളാഹുവിലേക്ക്, ഒരു എതിർ പറയാൻ വേണ്ടിയിട്ട്. പടച്ചോനെ, പശുക്കുട്ടിക്ക് ആരാധിച്ചതിൽ ഞങ്ങൾക്കൊക്കെ ഖേദമുണ്ട്, ഇവർക്ക് ഖേദമുണ്ട്, അതുകൊണ്ട് ഇവരെ സ്വീകരിക്കണേ എന്ന് ഇവർക്ക് വേണ്ടിയിട്ട് ഒരു അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ പോണ പോക്കിലാ പറയുന്നത്, യാ മൂസ, മൂസേ, ലൻ നൂമിന ലക, നിന്നെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല, ഹത്താ നറല്ലാഹ ജഹറത്തൻ, അള്ളാഹിനെ പരസ്യമായിട്ട് കാണിച്ചു തരണം. ഇവരുടെ വൃത്തികേടുന്നുണ്ടോ വല്ല അതിർത്തിയും? ഫാഹവത്തുക്കും, അന്നേരം നിങ്ങളെ പിടികൂടി, അസ്വായിക്കത്തു, ആകാശഭാഗത്തിൽ നിന്നുള്ള ഇടിത്തീ ഇറങ്ങി അവരെ നശിപ്പിച്ചു. അങ്ങനെ അവർ മരിക്കുകയും ചെയ്തു. അന്തും തന്നുറൂന, ഇത് ചെയ്യാത്തവരും ആ കൂട്ടത്തിലുണ്ട്, അവരിതിങ്ങനെ നോക്കിക്കാണുന്നുണ്ട് ഇവരിൽ ഇത് സംഭവിക്കുന്നത്. ഇങ്ങനെയും ഈ ബനൂ ഇസ്രായേൽ സംഭവിച്ചിട്ടുണ്ട്. സുമ്മബാസിനാക്കും, പിന്നെ നിങ്ങൾക്ക് നാം ജീവൻ നൽകി, മിൻബാദി മൗത്തിക്കും, നിങ്ങളുടെ മരണാനന്തരം, ലഅല്ലക്കും തഷ്കുറൂന, നിങ്ങൾ നന്ദി ചെയ്യുന്നവരാകാൻ വേണ്ടിയിട്ട് നിങ്ങളെ വീണ്ടും ജീവിപ്പിച്ചു. ഇങ്ങനെയും ഒരു സംഭവം നടന്നിട്ടുണ്ട്. എന്തിനാണത്? അള്ളാഹുവിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കും. അള്ളാഹു തആലയോട് മൂസാ നബി അലൈഹിസ്സലാം ശുപാർശ ചെയ്തതനുസരിച്ച് അള്ളാഹു അവരെ ജീവിപ്പിച്ചു. എന്നിട്ടോ അവർക്ക് ജീവിതം നൽകി, അവർ സുഖമായിട്ട് ജീവിക്കുകയും. ഇങ്ങനെയൊക്കെ അനുഗ്രഹം കിട്ടിയവരാണ് ഈ ഭാഗം. എന്നാൽ ഇനിയെങ്കിലും ഇവർ ശുക്രുള്ളവരായിട്ട് ജീവിക്കട്ടെ. എന്നാൽ പിന്നെയും ഇവർ ചെയ്യുന്നത് അനുസരണക്കുറവായിരുന്നു. وَظَلَّلْنَا عَلَيْكُمُ الْغَمَامَ وَأَنزَلْنَا عَلَيْكُمُ الْمَنَّ وَالسَّلْوَىٰ كُلُوا مِن طَيِّبَاتِ مَا رَزَقْنَاكُمْ وَمَا ظَلَمُونَا وَلَكِن كَانُوا أَنفُسَهُمْ يَظْلِمُونَ. وَظَلَّلْنَا عَلَيْكُمْ, നിങ്ങളുടെ മേൽ നാം തണലിട്ടു, അൽ ഗമാമ, കാർമേഘത്തെ, അതിശക്തമായ വെയില്. എന്തെന്ത് വെയില്? തീഹ് എന്ന സ്ഥലത്ത് ബനൂ ഇസ്രായേൽ താമസിച്ച ഒരു കാലഘട്ടമുണ്ട്. അവിടെ യാതൊരുവിധ തണലും ഉണ്ടായിരുന്നില്ല, ചുട്ടുകൊള്ളുന്ന വെയില്. അങ്ങനെ അവരാകെ ബുദ്ധിമുട്ടി. ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാമിനോട് അവർ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് മൂസാ നബി അള്ളാഹുവിലേക്ക് അപേക്ഷ സമർപ്പിച്ചു. അങ്ങനെ അള്ളാഹു കാർമേഘത്തെ ഇട്ടുകൊണ്ട് അവർക്ക് തണൽ നൽകി. അൻസൽനാ അലൈക്കും, നിങ്ങളുടെ മേൽ നാം ഇറക്കി അൽ മന്ന വസ്സൽവ, ഒരു പ്രത്യേകമായ ഭക്ഷണം നൽകി. അത് കാടപ്പക്ഷിയും കട്ടിത്തേനുമായിരുന്നു. ബനൂ ഇസ്രായേൽ അള്ളാഹു ഓരോ ദിവസവും അതാത് ദിവസത്തിന് ആവശ്യമുള്ള റേഷൻ കണക്കനുസരിച്ച് ഈ കട്ടിത്തേനും കാടമാംസവും നൽകിക്കൊണ്ടിരിക്കുന്നു. സുഖമായിട്ടുള്ള ജീവിതം, യാതൊരു വിഷമവും അവരുടെ ജീവിതത്തിലില്ല. അള്ളാഹു പറഞ്ഞു, കുലു, നിങ്ങൾ ഭക്ഷിക്കൂ, മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാക്കും, നിങ്ങൾക്ക് നാം നൽകുന്ന ഈ നല്ല ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾ ഇഷ്ടാനുസരണം ഭക്ഷിക്കൂ. ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ നിയമത്തിന്, ഈ അനുഗ്രഹത്തിന് നന്ദികേട് കാണിക്കരുത്. മറ്റൊന്ന്, ഇത് നിങ്ങൾ ഒരിക്കലും എടുത്തു സൂക്ഷിക്കരുത്. ഇന്ന് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല, നാളേക്കുള്ളത് നാളെ വരും. അതുകൊണ്ട് നിങ്ങൾ ഈ കിട്ടുന്നത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഭക്ഷിച്ചുകൊണ്ട് സുഖമായിട്ട് ജീവിച്ചാൽ മതി. ആരും തന്നെ എടുത്തു സൂക്ഷിക്കുകയോ നാളേക്ക് വേണ്ടി എടുത്തു വെക്കുക, അതിൻ്റെ ഒരു ആവശ്യവുമില്ല, എടുത്തു വെക്കുകയോ നന്ദി കേട് കാണിക്കുകയോ ചെയ്യരുത് എന്ന്. എന്നാലോ
വമാ ലലമൂന, എന്നെയല്ല, അള്ളാഹു പറയാണ്, എന്നെയല്ല അവർ ആക്രമിച്ചത്, വലാക്കിൻ, പക്ഷേ കാനു, അവർ അംഫുസഹും, അവരുടെ സ്വന്തം നഫ്സുകളെ, ലാലിമൂന യൗലിമൂന, ആക്രമിക്കുന്നവരായിരിക്കുന്നു. അവർ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരായിട്ട് നീങ്ങി. അവർ ഈ പറയപ്പെട്ട ഭക്ഷണം എടുത്തു വെച്ചു, സൂക്ഷിച്ചു. ചെയ്യരുത് എന്ന് പറഞ്ഞത് മാത്രമേ ചെയ്യൂ. അങ്ങനെ എടുത്തു സൂക്ഷിച്ചത് കൊണ്ട് അള്ളാഹു ആ ഭക്ഷണത്താണ്ട് നിർത്തിവെച്ചു. എത്ര വലിയ ഒരു അക്രമമാണ് അവർ ചെയ്തത്. അവർക്ക് തോന്നുന്നത് അള്ളാഹുവിനെ അവരാക്രമിച്ച് തോൽപ്പിക്കുകയാണെന്നാണ്. സൂക്ഷിക്കരുതെന്ന് പറഞ്ഞതിനെ അറിയാതെ സൂക്ഷിക്കാം എന്നാണ് അവർ വിചാരിക്കുന്നത്. എന്നാൽ ആ ചെയ്ത പ്രവർത്തനത്തിന്റെ അനന്തരഫലം അവർക്ക് തന്നെയാണ് സംഭവിച്ചത്. അതാണ് അള്ളാഹു പറഞ്ഞത്, വലാകിൻ കാനു അൻഫുസഹും യദ്ലിമൂൻ, അവർ അവരുടെ സ്വന്തം നഫ്സിനെയാണ് ആക്രമിച്ചത് എന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ. അർഹമുർ-റാഹിമായ അള്ളാഹു അവന്റെ കൽപ്പനക്ക് വഴിപ്പെട്ടുകൊണ്ട് യാതൊരുവിധ നിലക്കും എതിര് പ്രവർത്തിക്കാതെ ജീവിക്കാൻ സാധുക്കളായ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ.